തന്നെ അടിക്കണേ. കയ്യിൽ ഇച്ചിരി ഓയിൽ വെച്ചിട്ട് ഇങ്ങനെ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ LK ഫാമിലി വ്ലോഗ്സ്. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പൊറോട്ട ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ ആര്യക്കുട്ടി ഇന്ന് പൊറോട്ടയാണ് ഉണ്ടാക്കാന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പം ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, അത് ആദ്യം ഞാൻ പറയുന്നത്, ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്തെങ്കിലുമൊക്കെ തെറ്റ് കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നമുക്ക് ട്രൈ ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് പറയാൻ പോകുന്നത്. മൈദയുടെ പൊടി 1/2 കിലോൻ്റെ പൊടി, തൈര്, ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് വെള്ളം, ഉപ്പ്, മുട്ട. ഈ മൈദപ്പൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ്. ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ. ഇത് പെട്ടെന്ന് നമ്മൾ ഒരുപാട് നേരം വെക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതിനാണ് ബേക്കിംഗ് സോഡ എടുക്കുന്നത്. അതല്ല 2 മണിക്കൂറൊക്കെ വെച്ച് വെയിറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ 2 മണിക്കൂറിന് ആവശ്യമുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഓപ്ഷനിലാണ്. പെട്ടെന്ന് ഉണ്ടാക്കുന്നതിനാണ് ബേക്കിംഗ് സോഡ ഇടുന്നത്. ഇത് നന്നായിട്ട് ഇട്ട 2 സാധനവും കൂടെ നന്നായിട്ട് ഈ പൊടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ബേക്കിംഗ് സോഡയും ഉപ്പും ഇട്ടതിൻ്റെ നന്നായിട്ട് ഇത് രണ്ടും കൂടെ ഈ പൊടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ഇനി ഒരു ബൗളിലെടുത്തിട്ട് അതിലേക്ക് 2 മുട്ട, റൂം ടെമ്പറേച്ചറിലിരുന്ന മുട്ടയാണ്. 2 മുട്ട, 2 ടേബിൾ സ്പൂൺ. ഇത് കുഞ്ഞ് സ്പൂൺ ആയതുകൊണ്ട് ഞാൻ 4 ഇടുന്നുണ്ട്. ഈ പഞ്ചസാര ഇടുന്നത് പൊറോട്ടയ്ക്ക് നല്ല കളറ് കിട്ടാൻ, മുരിഞ്ഞ് നല്ല കളറ് കിട്ടാൻ വേണ്ടിയാണ് പഞ്ചസാര ഇടുന്നത്. പിന്നെ തൈര്, അത് 2 ടേബിൾ സ്പൂൺ തന്നെ ഇടാം. എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്യുക. ഈ പഞ്ചസാര തരിതരിയായിട്ട് കിടക്കാൻ പാടില്ല. അത് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ മാവ് ശരിയായില്ല, കുഴയ്ക്കുന്നത് ശരിയാകത്തില്ല. അതുകൊണ്ട് പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്യണം. പഞ്ചസാര തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മിക്സ് ചെയ്തത് ഇനി നമ്മുടെ ഈ ബേക്കിംഗ് സോഡയും ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് വെച്ച പൊടിയിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ഈ പൊടിയും മുട്ടയും ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ മിക്സാക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സാക്കി ഇനി ഇതിലേക്ക് നമുക്ക് ഇത് കുഴയ്ക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചൂടുവെള്ളം എടുക്കണേ. എന്നിട്ട് ഇത് ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് കുഴയ്ക്കുക. മൊത്തത്തിൽ ആദ്യം ഒഴിക്കരുത്. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാളും ഇച്ചിരിയും കൂടെ നന്നായിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ കുഴയ്ക്കണം ആദ്യം. മാവിങ്ങനെ ഒരു 15 മിനിറ്റോളം എങ്കിലും കുഴയ്ക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഈ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് നന്നായിട്ട് ഒരു 15 മിനിറ്റ് കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഞാൻ കുഴച്ചതാണ്. 15 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചു. എന്നിട്ട് കണ്ടോ, ആ കുഴയ്ക്കുന്നതിലിരിക്കും സോഫ്റ്റായിട്ട്, കുഴയ്ക്കുന്നത് സോഫ്റ്റായിട്ട് വരണം. അത് കഴിഞ്ഞിട്ട്
നമ്മൾ എത്ര നേരം ഇത് കുഴയ്ക്കുന്നോ അത്രയും നല്ലതാണ് ഈ മാവിന്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ കുറച്ച് നമ്മുടെ കയ്യിൽ എടുത്തിട്ട് അതിങ്ങനെ പുറമെ നന്നായിട്ട് ഈ മാവിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. നന്നായിട്ട് നമ്മൾ എണ്ണ തേച്ച് വെച്ചു. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക്, നമ്മൾ നേരത്തെ കുഴച്ച പാത്രത്തിലേക്ക് വെച്ച് നന്നായിട്ട് എണ്ണ നമുക്ക് അതിനകത്ത് തേച്ച് പിടിക്കണേ. എന്നിട്ട് നമുക്ക് ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് നല്ല വൃത്തിയുള്ളൊരു തോട്ട് കഴുകിയെടുത്ത് പിഴിയണം നന്നായിട്ട്. എന്നിട്ട് ആ നനവ് നിൽക്കാൻ വേണ്ടി ഇതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ ഈ മാവ് ഇത് കവർ ചെയ്ത് വെക്കുക. ഇത് കവർ ചെയ്ത് വെച്ചിട്ട് ഇത് 20 മിനിറ്റ് ഇതവിടെ വെച്ചേക്കുക. അപ്പം നമ്മൾ 20 മിനിറ്റോളം വെച്ച മാവ് നന്നായിട്ട് സോഫ്റ്റായി, നല്ലപോലെ സോഫ്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് പുറത്തോട്ട്, അതിനു മുമ്പ് നമുക്ക് ആദ്യം ഇച്ചിരി കൗണ്ടർ ടോപ്പിൽ ഇച്ചിരി ഓയിൽ തളിച്ചു കൊടുക്കാവേ. മതിയേ. നമുക്കിതെടുത്ത് ഇതിൻ്റെ മുകളിൽ വെക്കാം. ഇനി ഇത് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാവേ. കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ കട്ട് ചെയ്ത പീസ് ഇങ്ങനെ അകത്തോട്ട് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ നമ്മൾ അകത്തോട്ട് ഹോൾഡ് ചെയ്യണേ. ഹോൾഡ് ചെയ്ത് ഒരു ബൗളാക്കി എടുത്തുക, അവിടെ വെക്കുക. അതുപോലെ വീണ്ടും നമ്മളിതുപോലെ ഇത് ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ആദ്യത്തെ പീസ് ഇത്രയും ചെയ്തു. ഇനി നമുക്ക് ഈ പീസും കൂടെ ഒന്നുകൂടെ ഈ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കാവേ. കെട്ടി വെച്ചു. അതിലേക്ക് നമുക്ക് ഈ ഓരോ ബോളിലേക്കും നമുക്ക് എണ്ണ ഇങ്ങനെ തൂകി. എണ്ണയ്ക്ക് നമ്മൾ ഇത് കൂടിപ്പോയി, ഇതുണ്ടാക്കുമ്പോൾ എന്താണേലും നമുക്ക് ആവശ്യത്തിന് എണ്ണ വേണം. എണ്ണ നമ്മൾ ഒരുപാടായിട്ട് അങ്ങ് പിശുക്കാതെ തന്നെ നന്നായിട്ട് ഇതങ്ങോട്ട് ഇതിൽ പുറത്ത് തേച്ച് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ നനഞ്ഞ തോർത്ത് വീണ്ടും ഇതിലിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. അപ്പം നമുക്ക് മൂടി വെച്ചതിന് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ആദ്യം ഇങ്ങനെ ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ നമ്മൾ ഇത്രയും കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയത് ഈ വിരല് മുകളിലും 4 വിരല് താഴെയും ഈ 4 വിരല് മുകളിലും തം ഫിംഗർ താഴെ വെച്ചിട്ട് ഇങ്ങനെ ഓഫായിരുന്നു. അതിന് മുമ്പ് അതിനകത്ത് ഞാൻ ഇച്ചിരി പൊടി ഇങ്ങനെ തൂകിയിട്ട് അത് നന്നായിട്ട് ലെയർ കറക്റ്റായിട്ട് കിട്ടാനാണ്. എന്നിട്ട് ഇതിങ്ങനെ വലിച്ചെടുത്തിട്ട് വീണ്ടും നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഈ ലാസ്റ്റ് ഭാഗം താഴത്തോട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളെല്ലാം അതേപോലെ അടിച്ച് ചുറ്റിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കടുത്ത് ചൂടാം. ഇത് നമ്മൾ വെച്ച മാവ് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ചൂടാൻ വേണ്ടി എൻ്റെ കയ്യിൽ ഈ ചപ്പാത്തിക്ക് പരത്തുന്ന ഇതാണ് എല്ലാവർക്കും നല്ലത്. അത് പരത്തിയെന്നതാണ് നല്ലത്. എൻ്റെ കയ്യിൽ അതില്ല. എൻ്റെ ഇങ്ങനെ കൈ കൊണ്ട് എടുത്തിട്ട് നമ്മൾ ഈ ചെയ്ത് വെച്ചത്
നേരെ നമുക്ക് പാനിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് ഇച്ചിരി എണ്ണയും കൂടി ഇച്ചിരി ചുറ്റിച്ച് കൊടുക്കാം. അടുത്ത പൊറോട്ട നമ്മൾ ഇട്ട് ഇതുപോലെ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഓയിൽ ഇങ്ങനെ ചുറ്റിച്ച്, ഓയിലാ ബട്ടറാ ഗീയാ എന്താന്ന് വെച്ചാൽ എടുക്കാവേ. ഒരു സൈഡ് ആയി കാണും, നമുക്ക് അടുത്ത സൈഡിലേക്ക് മറിച്ചിടാം. എന്നിട്ട് ഈ സൈഡിൽ നമുക്ക് ഇച്ചിരി ഓയിൽ ഇച്ചിരി ഇവിടെയും കൂടി ഇച്ചിരി തൂയി കൊടുക്കാം. അപ്പം നമ്മൾ ചുട്ടെടുത്ത നമ്മുടെ പൊറോട്ട ഇനി നമുക്ക് അടിച്ചെടുക്കാം. അപ്പം കയ്യിൽ ഇച്ചിരി ചൂടോടെ തന്നെ അടിക്കണേ. കയ്യിൽ ഇച്ചിരി ഓയിൽ വെച്ചിട്ട് ഇങ്ങനെ 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 നന്നായിട്ട് അടിച്ചു കൊടുക്കുക. എങ്കിലേ നമുക്ക് ആ ലെയറൊക്കെ വിട്ട് വരത്തുള്ളൂ. ഫ്രണ്ട്സ്, നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കത് പൊറോട്ട കാണാം. നമ്മുടെ പൊറോട്ട നല്ല രീതിയിലായിട്ടുണ്ട്. ലെയറൊക്കെ ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. അവൾ ആദ്യമായിട്ട് ചെയ്യുന്നല്ലേ, അതിന്റെ അത്യാവശ്യം പൊറോട്ടയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ ഇപ്പൊ കണ്ടിട്ട് വന്നപ്പോൾ മനസ്സിലായല്ലോ ഞാൻ എങ്ങനെയാ ഉണ്ടാക്കിയത്. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ കാണും, എന്നാലും അത്യാവശ്യം നല്ല പൊറോട്ട ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പൊ നമ്മുടെ ഈ കുക്കിംഗ് ഇഷ്ടപ്പെടുവാണെങ്കിൽ അല്ല, ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലേലും നിങ്ങൾ കമന്റ് ആയിട്ട് അത് അറിയിക്കണം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാം ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ബെല്ലൈക്കൺ ഞെക്കണം. അതെ, അപ്പം എങ്കിലേ ഞങ്ങളുടെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.